കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ പെയ്ത കനത്ത മഴയിൽ പന്തിരാങ്കാവ് കൂടത്തുംപാറ LP സ്കൂളിൽ വെള്ളം കയറി. ഹൈവേ നിർമ്മാണം ആരംഭിച്ചതിന് ശേഷം വെള്ളം ഒഴുകി പോകാൻ കഴിയാതെ വന്നതിനാലാണ് സ്കൂളിലേക്ക് വെള്ളം ഇരച്ചു കയറിയത്. കോഴിക്കോട് നിന്നും അഭിനാപി ചിറക്കിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ജില്ലയിൽ ഇന്നലെ പെയ്ത അപ്രതീക്ഷിത മഴയ്ക്ക് ശേഷമുള്ള കാഴ്ചയാണിത്. കൂടത്തുംപാറ LP സ്കൂളിനോട് ചേർന്ന് ഒരു അങ്കണവാടിയും പ്രവർത്തിക്കുന്നുണ്ട്. 80-ലധികം കുരുന്നുകൾ പഠിക്കുന്ന ഇവിടെ എല്ലാ മഴക്കാലത്തെയും സ്ഥിതി ഇത് തന്നെയാണ്. നമ്മൾ ഏതാണ്ട് ഒരു മാസം മുമ്പ് തന്നെ ഈ NH66 വരുന്നതിൻ്റെ ഭാഗമായിട്ട് സർവീസ് റോഡ് വന്നാൽ ഇവിടെ തോടുണ്ടാവില്ല, ഡ്രെയിനേജ് അപര്യാപ്തമാണ് എന്നുള്ള രീതിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനും MLAക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും MP-ക്കും എല്ലാം ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ജൂൺ മാസത്തിലെയൊക്കെ നല്ല മഴേൻ്റെ മുമ്പ് അടിയന്തര പരിഹാരം ഇതിനുണ്ടായിട്ടില്ലെങ്കിൽ സ്കൂള് തുറന്ന് അധ്യയനം നടക്കാത്തൊരവസ്ഥയിലേക്ക് ആയിരിക്കും ഇത് പോവുക. കോമലക്കുന്നിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളം മാമ്പുഴയിലേക്ക് ഒഴുകിപ്പോകുന്ന തോടുകൾ ദേശീയപാത നിർമ്മാണത്തിനിടെ മണ്ണിട്ട് നികത്തിയതോടെ ഈ പ്രദേശം മുഴുവൻ വെള്ളക്കെട്ട് ഭീഷണിയിലാണ്. പ്രശ്നത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ 2 ആഴ്ച മുൻപ് മനുഷ്യച്ചങ്ങല നടത്തി പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. മഴ പെയ്ത് ചെളിവെള്ളം കെട്ടിക്കിടക്കുന്നതോടെ ഇഴജന്തുക്കൾ വരുമോ എന്ന ആശങ്കയിലാണ് അധ്യാപകർ. കുട്ടികളെ കുറേ ചെയറൊക്കെ എന്തായാലും വെള്ളത്തിലായിരുന്നു മുങ്ങിക്കിടക്കുന്നത്. അപ്പോൾ അതെന്തായാലും നാശം വരും. പിന്നെ ടോയ്സ്, പിന്നെ മീഡിയ ഉണ്ട്, കുട്ടികളെ പാട്ടും ഡാൻസൊക്കെ പഠിപ്പിക്കുന്ന ഒരു മീഡിയ, അത് വെള്ളത്തിലായി. പിന്നെ മിക്സി ഇവിടെ മുകളിലായിരുന്നു, ചെയറിൻ്റെ മുകളിൽ, അത് മറിഞ്ഞിട്ട് വീണിട്ടുണ്ടായിരുന്നു. നാട്ടുകാർ രാത്രി വന്ന് ഇവിടെ വൃത്തിയാക്കാൻ നോക്കുന്ന ആ മിക്സി കേട് വന്നിട്ടുണ്ട്. പഞ്ചായത്ത് അധികൃതർ തൽസ്ഥിതി മാറ്റി സ്കൂൾ പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഈ മാസം 21-ന് പരീക്ഷ ആരംഭിക്കാനിരിക്കെയാണ് ഈ ദുരിതം. എന്നാൽ കുട്ടികൾക്ക് വേണ്ടുന്ന മറ്റൊരു സംവിധാനം വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കി നൽകുമെന്ന് NMO അറിയിച്ചു. പാഠഭാഗങ്ങളുടെ ഒക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം മിക്കവാറും എല്ലാ സ്കൂളുകളും റിവിഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നുള്ളത്. അപ്പോൾ അതിന് പകരം സംവിധാനം ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇന്ന് വൈകിട്ട് AO ടീച്ചറെ കാണുന്നതാണ്. പലതവണ സ്കൂളിലെ അധ്യാപകരടക്കം ഈ ദുരവസ്ഥ അധികാരികളെ അറിയിച്ചെങ്കിലും താൽക്കാലിക ആശ്വാസ നടപടി മാത്രം കൈക്കൊള്ളാറുള്ളൂ. ഒരു വേനൽ മഴ വന്നപ്പോൾ ഇങ്ങനെയാണ് സ്ഥിതിയെങ്കിൽ ഇനി മഴക്കാലമായാൽ എന്തായിരിക്കും ഇവിടത്തെ സ്ഥിതി? അധികാരികൾ കണ്ണു തുറക്കേണ്ട സമയമായി. ക്യാമറ പേഴ്സൺ സജി തറയിലിനോടൊപ്പം അഭിനാപി ചിറക്കൽ, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.